മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാമോ? ഇത് യൂസ് ചെയ്ത് ഇനി കയറിപ്പോട്ട് ഇറങ്ങി വരത്തില്ലേ? അവിടെ വല്ലതും കുടുങ്ങിയിരിക്കൂ. ഈശ്വര, ഇതൊക്കെ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡൗട്ട്സ് ആണ് ചുറ്റിനുള്ള ആൾക്കാർക്ക്. ഞാനിത് യൂസ് ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, ഇത് നീ എങ്ങനെയോടെ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര പാടല്ലേ, പിന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ പറയും, ഇത് യൂസ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇത് കയറിപ്പോട്ട് ഇറങ്ങി വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാ എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഞാൻ വേണമെന്ന് ഞാൻ വീട്ടിൽ നിർബന്ധം പിടിച്ച് വാങ്ങിച്ചെടുത്ത ഒരു ഐറ്റമാണ്. കാരണം എൻ്റെ പീരീഡ്സിന്റെ എൻ്റെ പൊന്നു, എനിക്ക് ഓർക്കാൻ വയ്യ പാഡ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പീരീഡ്സ്. ഓ മൈ ഗോഡ്. അതിനൊക്കെ മുന്നേ ഇതിന് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. നമ്മൾ ഈ പീരീഡ്സ് ഒക്കെ ആവുന്ന ടൈമിൽ സാനിറ്ററി പാഡ്സ്, ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്യത്തില്ല. അപ്പൊ അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വന്നിട്ട്. ഈ ഒരു പാർട്ടിലാണ് നമ്മുടെ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് വരുന്നത്, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇനി ഇത് കയറി പോകുമ്പോൾ ഭയങ്കര വേദന എടുക്കുമോ, ഇത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുവാണ് എന്നൊക്കെ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇത് ഒട്ടും കട്ടിയും കാര്യങ്ങളും ഇല്ല. ഇത് വന്നിട്ട് മെയ്ഡ് ചെയ്യുന്നത് ഇലാസ്റ്റോമേഴ്സിൽ നിന്നാണ്. ലൈക്ക് സിലിക്കോൺ റബ്ബർ ഓർ ലാറ്റക്സ് റബ്ബർ ഓർ തെർമോപ്ലാസ്റ്റിക് റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് ഈ ഒരു ഐറ്റം മെയ്ഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ്. നോക്കാം, ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ, ജസ്റ്റ് ഒന്ന് ഫോഴ്സ് എടുത്ത് ആക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അമങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് ഭയങ്കര പെയിൻ ആവുമെന്നോ, ഇത് ഇരുമ്പ് പോലത്തെ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ നമുക്ക് കയറി പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വേദന എടുക്കുമെന്ന് അങ്ങനത്തെ ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മളിത് വെച്ച സമയത്ത് ചിലപ്പം മേ ബി കുറച്ച് പേർക്കാണെങ്കിൽ ഇത് ആദ്യം വെക്കുമ്പം എന്തോ ഒന്നും ഉണ്ട് എന്നൊരു ഇത് വരും. പക്ഷെ എന്നാലും കണ്ടിന്യൂസ് കുറച്ചാൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഐറ്റം ഇരിപ്പുണ്ടെന്ന് ഒട്ടും തോന്നാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തതെന്നും നിങ്ങളിത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ ഒരു കപ്പ് നമുക്ക് 10 വർഷത്തോളം യൂസ് ചെയ്യാൻ വരും. ഞാൻ ഇത് വാങ്ങിച്ച സമയത്ത് എനിക്ക് 350, കൂടിപ്പോയി 400 ആ ഒരു റേഞ്ചിനുള്ളിലൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടും കേട്ടോ. അപ്പം 10 വർഷത്തോളം നമുക്ക് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം സാനിറ്ററി പാഡ്സിന് പോകുന്ന പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്തായാലും എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു മന്ത് ഏകദേശം 500 കൂടുതൽ പൈസ വരുന്ന പാഡ്സും കാര്യങ്ങളും എനിക്ക് വേണ്ടി വരും. ആ ഒരു ടൈം വെച്ചിട്ട് ഞാൻ ഏകദേശം 5 വർഷത്തോളം ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തോരം പൈസ ഞാൻ ലാഭിച്ചേന്ന് നോക്കാം. പൈസ ലാഭിക്കുന്നത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതൊട്ടും ഇറിറ്റേഷൻ വരത്തില്ല, ലീക്കേജ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരത്തില്ല. പിന്നെ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു അപ് ടു 4 or 5 hours ഒക്കെ കഴിയുമ്പോൾ നമ്മളിത് അത് ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരു ഫൗൾ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കുറേ നേരം അവിടെ ഇരിക്കുന്ന ഒട്ടും നല്ലതല്ല. നമുക്ക് ഇറിറ്റേഷനും പിന്നെ നമുക്ക് ഓരോ ഇൻഫെക്ഷനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു ടോയ്ലറ്റിൽ പോയാൽ, ലൈക്ക് ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയെന്നിരിക്കട്ടെ, അപ്പോൾ എന്താണ് ഈ സാനിറ്ററി പാഡ്സ് റിമൂവ് ചെയ്ത് ഇത് എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. നമുക്ക് അവിടെ അങ്ങനെ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് നമ്മളത് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതൊട്ടും പെട്ടെന്ന് അങ്ങനെ, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പറ്റും, പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോ വീട്ടിലായാലും എന്താണ്, എല്ലാ മാസം 7 ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് കത്തിക്കണം, ഇത് കഴുകണം, അങ്ങനത്തെ കുറേ പ്രശ്നമാണ്. ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്ത സമയത്ത് എല്ലാ മാസം ആവുന്ന സമയത്ത് ജസ്റ്റ് ഓരോ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ആ ഒരു കോട്ടണും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് അതൊന്ന് വാഷ് ചെയ്ത് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് നമ്മുടെ ടോയ്ലറ്റിൻ്റെ അവിടെ ഒരു കവർ വെച്ചിട്ടുണ്ട്. ആ കവറിൽ ഇങ്ങനെ കൊണ്ടിട്ട് വെക്കും. കുറേ ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലും കാര്യങ്ങളും ഇതിനകത്ത് വരും. മീൻസ് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒട്ടും ഓക്കെ ആവാത്ത രീതിയിലൊരു സ്മെല്ല് വരും. നമ്മളിനി എത്രയൊക്കെ മാറ്റി വെച്ചാൽ എന്തായാലും അതിന്റെ മീൻസ് നമ്മൾ വീണ്ടും ചെയ്യുമല്ലേ. അപ്പം എന്തായാലും ഒരു 4 to 5 days നല്ലോണം ബ്ലീഡിങ്ങും കാര്യങ്ങളും കാണും. പിന്നെയാണ് ഡെയിലി ഇത് കുറഞ്ഞു വരുന്നത്. അപ്പൊ ഈ കുറഞ്ഞ സമയത്ത് എന്താണ്, വീണ്ടും നമ്മൾ ഈ ഒരു പാഡ്സ് യൂസ് ചെയ്യണം. അപ്പൊ വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ഒരു 7 days പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം നമ്മുടെ ഇച്ചിങ്ങും കാര്യങ്ങളും വരും. തൊടയൊക്കെ മുറിഞ്ഞ് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ പറ്റിയിട്ടുണ്ട്. എൻ്റെ തൊടയൊക്കെ മുറിഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ ടോയ്ലറ്റ്, ഇപ്പൊ പബ്ലിക് ടോയ്ലറ്റ്സിൽ പോവുകയാണെങ്കിലും ജസ്റ്റ് നമ്മളിത് റിമൂവ് ചെയ്ത്, ഇനിയിപ്പോൾ ഇത് നിറയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ ക്ലോസറ്റിലോട്ട് അത് ഒഴിച്ച് കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമുക്ക് എന്താ ചെയ്യാം, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഒരൊറ്റ ഐറ്റം മതി നമുക്കൊരു കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ സാനിറ്ററി പാഡ്സ് ആണെങ്കിൽ എന്താ, നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോകണം. ഇനിയിപ്പോൾ അവിടെ അടുത്തൊന്നും മെഡിക്കൽ ഷോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എന്താ ഈസിലി യൂസ് ചെയ്യാനും ഈസിലി ക്യാരി ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമായിട്ടൊരു ഐറ്റമാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് വന്നിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലായാലും എന്താണ്, ജസ്റ്റ് നമ്മൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ വാഷ്റൂമിൽ പോയതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്തിട്ട്. അങ്ങനെ ഭയങ്കര എളുപ്പമാണ്. നോർമലി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇത് ഏകദേശം
10 hours വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ പീരീഡ് പാൻറ്റീസ് ആണെങ്കിൽ നമുക്ക് അപ് ടു 4 to 5 hours വരെ യൂസ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് 10 മണിക്കൂറുള്ള. ഇനി പിന്നെ നിങ്ങളുടെ ലീക്കേജ് അനുസരിച്ചിട്ടായിരിക്കും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ് ഇത് വന്നിട്ട്. കാരണം സാനിറ്ററി പാഡ്സ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പോയി ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്തായാലും ലീക്കേജ് വരും. ചരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല, മലർന്ന് കിടക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിനി എങ്ങനെയുള്ളതും കിടക്കാം. തലകുത്തി വേണമെങ്കിലും കിടന്നാൽ പോലും നമുക്ക് ലീക്കേജും കാര്യങ്ങളും വരത്തില്ല. അതുപോലെ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫൗൾ സ്മെല്ല് വരത്തില്ല, എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്കിത് ഒരിക്കലും നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും വരത്തില്ല. പിന്നെ ഇത് യൂസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലെന്തി ആയി പോവുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. മെയിനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് മെയിനായിട്ട് എത്ര സൈസിലാണ് അവൈലബിൾ. പണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു സ്മോൾ ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പം സ്മോൾ, മീഡിയം, ലാർജ് ഈ 3 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. കുറേ ബ്രാൻഡ്സിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, വേറെ ബ്രാൻഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ ബ്രാൻഡ് നെയിം എടുത്ത് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിരിക്കും. ഇതൊരു പ്രൊമോഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇപ്പം ഇത് നിങ്ങൾ ഗേൾസിന് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം നല്ല കാര്യമാണ് എന്നെ പറ്റിയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. എന്താ വെച്ചാൽ ഇത് ഞാനൊരു ഭയങ്കര ക്ലാസ് പോലെ എടുത്ത് വരുമല്ല. ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നല്ലോണം കിട്ടി, എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായി, അതിനെ പറ്റിയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് ഇത് വന്നിട്ട്. അല്ലാതെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു പോകാൻ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇനി ഇത് അപ്പം ഞാൻ പറഞ്ഞത് 3 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്മോൾ ആണ്. ഇത് മെയിൻലി പറയുന്നത് നമുക്ക് എൻ്റെ ഏജുള്ള ആൾക്കാർ, മീൻസ് മാരേജ് ചെയ്യാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മോളും, ആഫ്റ്റർ മാരേജിന് ശേഷം മീഡിയവും, അതിന് ശേഷം നമ്മൾ കുഞ്ഞ് ഒക്കെ ജനിച്ച് കഴിയുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാർജ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ചില വീഡിയോസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ചായാലും സ്മോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് മീൻസ് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മാർക്കറ്റ്സിൽ എല്ലാ സൈസും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഇത് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു വൈറ്റ്, ഒരു ക്രീം പോലത്തെ ആണ്. നമുക്കിത് പർപ്പിൾ, വയലറ്റ്, അങ്ങനെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാം. എനിക്ക് ഏകദേശം ഞാൻ 9th പഠിച്ചപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ടൈമായിട്ട് പീരീഡ്സ് ആവുന്നത്. എനിക്ക് പീരീഡ്സ് ആവുന്ന പിന്നെ എനിക്ക് പറ്റും. പക്ഷേ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിത് വെക്കുമ്പോൾ ഇച്ചിങ്, നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുമ്പം എനിക്കറിയത്തില്ല, മൊത്തത്തിൽ ഒരു വല്ലാത്തൊരിതായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 12th ക്ലാസ് വരെ കണ്ടിന്യൂസ് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. നമുക്കറിയാമല്ലോ, കുറേ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണല്ലോ. അപ്പം നമുക്ക് ചില സമയത്ത് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ്. പിന്നെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ വല്ലപ്പോഴും ഇത് എടുക്കാൻ വല്ല മറന്നു പോയി കഴിഞ്ഞാൽ പെട്ട അവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് അവസ്ഥ വന്നിട്ടുണ്ട്. എനിക്ക് ക്ലാസ്സിൽ ഇരുന്ന് പീരീഡ്സ് ആവും, പിന്നെ സാനിറ്ററി പാഡ്സ് കാണത്തില്ല. പിന്നെ വെളിയിൽ പോയി ഷോപ്പിൽ പോയി വാങ്ങിക്കും. മീൻസ് തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ പോയി വാങ്ങിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണം. അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. അപ്പം അത്രയും സമയം കൊണ്ട് നമുക്കിതിങ്ങനെ ഇരിക്കുവാണ്. അപ്പം നമുക്ക് ഒട്ടും ഓക്കെ അല്ലല്ലോ. അപ്പം ആ ഒരു ടൈമിൽ പക്ഷേ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ പീരീഡ്സ് ആവാൻ പോവുക എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഈ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. നമുക്ക് ഒട്ടും പൈസ നഷ്ടമില്ല. പാൻറ്റീസ് മീൻസ് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് മീൻസ് പീരീഡ്സ് ആവുന്നതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് പീരീഡ്സ് ആവുന്നതിനും വരെ അത് വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നുന്ന സമയത്ത് നമുക്കിത് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ഒട്ടും നഷ്ടവും കാര്യങ്ങളും ഇല്ല. ഇനിയിപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് ആവുകയാണെങ്കിലും നമുക്ക് അറിയത്തുപോലില്ല നമ്മളായിട്ടുണ്ടെന്ന്. വീട്ടിൽ വന്നതിന് ശേഷമേ നമ്മൾ അറിയത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യും. അപ്പം എൻ്റെ എക്സാം ടൈമൊക്കെ ആവുന്ന സമയത്ത് രാവിലെ ഒരു എക്സാം കാണും, വൈകുന്നേരം ഒരു എക്സാം കാണും. അപ്പോൾ അത്രയും സമയം ഈ പാഡ്സ് ഒക്കെ യൂസ് ചെയ്ത് എനിക്ക് കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പുകഞ്ഞു വരുന്നൊരു രീതിയാണ്. ചിലപ്പോൾ മേ ബി ഇത് കുറച്ച് പേർക്ക് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ പുകഞ്ഞു വരുന്ന രീതി വരും. പിന്നെ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും തിരിഞ്ഞു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം മിക്ക ഗേൾസും ഫേസ് ചെയ്യുന്നൊരു കോമൺ പ്രശ്നമാണ് ഇതെല്ലാം. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ അന്നേ ഇത് യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കിതൊരു അടിപൊളി ഐറ്റം ആയേ. അങ്ങനെ ഞാൻ എൻ്റെ 12th ഒക്കെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അന്നാണ് മീൻസ് മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഭയങ്കരമായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം, എനിക്കിത് വാങ്ങിച്ചതിനെ പറ്റി എനിക്കിനി പാഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വയ്യ. പക്ഷെ ഇപ്പം മാർക്കറ്റിൽ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള പാഡ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ടൈമിൽ അതൊന്നുമില്ല. അന്നത്തെ സമയത്ത് കുറച്ച് ബ്രാൻഡ്സേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ഇത് കുറച്ചേരം ഇങ്ങനെ ബൾക്കി ഫീലും
കാര്യങ്ങളൊക്കെ വരും ഈ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇതൊന്നും യൂസ് ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ ഇത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുമല്ല. ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സും കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ അങ്ങനെ 12th ആയ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഗ്രി പോകുന്ന സമയത്ത് കൊറോണ ടൈം ആയിരുന്നു. അപ്പം എനിക്കിത് വാങ്ങിച്ചു തന്നു. എനിക്കിത് മീൻസ് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ഇതെങ്ങനെ യൂസ് ചെയ്തെന്ന്. എനിക്കപ്പോൾ പേടിയൊന്നും ഇല്ലായിരുന്നു, ഇത് കയറി പോകുമെന്നോ ഇത് ഇറങ്ങി വരത്തില്ലെന്നോ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ നടത്തില്ല എനിക്ക് കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിലാണ് ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പം ഞാനിത് എന്തായത് അപ്പം എല്ലാവരും പറയുന്നത് ഇത് പേടിയാണ്, പേടിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കയറത്തില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടു. അപ്പം ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് ഞാനിത് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇറങ്ങി വന്നു. എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്കിത് ഇങ്ങനെ ഒരു കാര്യം ഇരിപ്പുണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ ടെൻഷൻ കാണും, ഇനിയിപ്പോൾ കയറിപ്പോട്ട് ഇറങ്ങി വരത്തില്ലേ, ഇനി ഇത് അവിടെ കുടുങ്ങിയിരിക്കും എന്നൊക്കെ പല ഡൗട്ട്സും കാര്യങ്ങളും കാണും. പക്ഷെ അങ്ങനൊന്നും ഇല്ലാട്ടോ, ഇത് അവിടെ കുടുങ്ങിയിരിക്കത്തില്ല, അവിടെ നിന്ന് ഇറങ്ങി വരും. അത് അങ്ങ് കയറിപ്പോയി നമ്മുടെ വയറ് വഴിയിലൊന്നും കയറിയൊന്നും പോത്തൊന്നും ഇല്ലാട്ടോ. അങ്ങനത്തെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷനേ അടിക്കണ്ട. അപ്പൊ എന്താണ്, അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്തു. ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തു. എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഇതാണ്. പിന്നെ ഫസ്റ്റ് ടൈം വെച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇത് പ്രോപ്പറായിട്ട് വെക്കാൻ ഉള്ള രീതി അറിയത്തില്ലാണ്. അപ്പോൾ ചെറിയൊരു ലീക്കേജ് വന്നു. പക്ഷെ എന്നാലും കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്ത് ഞാനത് പഠിച്ചു ഇതെങ്ങനെയാണ് വെക്കുന്നതിന്. അപ്പം നമ്മുടെ കൊറോണ ടൈമൊക്കെ ആയി പിന്നെ നമ്മൾ കൊറോണയൊക്കെ പതിയെ മാറി തുടങ്ങി. ഞാൻ കോളേജിലൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര ഒരു റിലാക്സ് ആയിപ്പോയി കേട്ടോ. ഇത് സാനിറ്ററി പാഡ്സിന് പെട്ടെന്ന് ഇതിലോട്ട് ചേഞ്ച് ചെയ്തപ്പം പീരീഡ്സ് ആകുന്ന സമയത്ത് ആ വേദന മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. മറ്റേത് ഇച്ചിങ്, റാഷസ്, ഇറിറ്റേഷൻ, ഭയങ്കര ലീക്കേജ്, ബൾക്കി ഫീല്, വാട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ സഹിക്കണമായിരുന്നു. പക്ഷെ ഇത് വന്നാൽ നമുക്ക് പീരീഡ്സിൻ്റെ വേദന മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടൈം മാത്രം ഒരു സാനിറ്ററി പാഡ്സ് അല്ലെങ്കിൽ പാൻറ്റി ലൈനർ യൂസ് ചെയ്താൽ മതി. സാനിറ്ററി പാഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പാൻറ്റി ലൈനർ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ ഭയങ്കര ദൂരം ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിൽ വേണമെങ്കിൽ ഒരു സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യാം, നിർബന്ധമില്ല. ഇനി ടെൻഷൻ വേണ്ട. അങ്ങനെ ഒരു 5 വർഷം കണ്ടിന്യൂസ് യൂസ് ചെയ്തു മെൻസ്ട്രൽ കപ്പ്. അങ്ങനെ യൂസ് ചെയ്തതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു മന്തോ അല്ലെങ്കിൽ ഒരു വീക്കോ യൂസ് ചെയ്തതെന്ന് പറയുമല്ല, 5 വർഷം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഐറ്റം വന്നിട്ട്. എനിക്ക് അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. ഇനി ഏകദേശം 10 വർഷമാണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. കാരണം ഇത്രയും നാളത്തെ നമ്മൾ പാഡ് വാങ്ങിയ പൈസയാണ് നമ്മൾ ലാഭിച്ചത്. ഒരു മന്ത് ഒരു 500 റുപ്പീസിന് പാഡ് വാങ്ങുമെങ്കിൽ ഒരു 12 months ഉണ്ട് നമുക്ക്. അപ്പോൾ എത്രത്തോളം പൈസയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 year ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്രത്തോളം പൈസയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില ദിവസം ഞാൻ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് പാൻറ്റി ലൈനർ യൂസ് ചെയ്യും, ലോങ് ഒക്കെ പോലെ. പിന്നെ വൈറ്റ് ഡ്രസ് ഒക്കെ ഇടുന്ന സമയത്ത് പാൻറ്റി ലൈനർ യൂസ് ചെയ്യും. പക്ഷെ നിർബന്ധമൊന്നുമില്ല, ലീക്കൊന്നും ആവത്തില്ല. പിന്നെ നമുക്കൊരു റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് നമുക്കിത് യൂസ് ചെയ്താൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ കൊട്ടാരക്കരയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എന്താണ്, നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടും, ഒരു പൗച്ച് കിട്ടും, അതിനകത്ത് ഈ ഒരു നമ്മുടെ മെൻസ്ട്രൽ കപ്പും കാണാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, നല്ലോണം ഒരു പാത്രം, വേണമെങ്കിൽ ഒരു സ്പൂണും ഇതിന് വേണ്ടി മാറ്റി വെക്കണം, സ്റ്റീലായിരിക്കണം. എന്നിട്ട് എന്താണ്, കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇത് ഗ്യാസിൽ കൊണ്ടുവച്ച് നല്ലോണം വെള്ളം ചൂടായി കഴിയുമ്പം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഫുൾ ഇങ്ങനെ മുട്ടുന്ന രീതിയിൽ ഇതൊന്ന് വെള്ളത്തിലേക്ക് താഴ്ത്തി കൊടുക്കും. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്ക് എന്താകും, നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ഐറ്റം പൊക്കിയെടുക്കാം. എന്താണ് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം, എന്നിട്ട് യൂസ് ചെയ്യാവൂ. ഇനിയിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയം മാത്രമല്ല, ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് ആവുന്ന സമയത്ത് ഇതെന്താ നല്ലോണം സ്റ്റെറിലൈസ്ഡ് ഒക്കെ ചെയ്ത് ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം 7 day കഴിയുമ്പോൾ ഞാനിത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ആ പൗച്ചിലിട്ട് സൂക്ഷിച്ച് വെക്കും. നെക്സ്റ്റ് ഡേ ആവുന്ന സമയത്ത് വീണ്ടും എടുത്ത് സ്റ്റെറിലൈസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് ഓരോ തവണ ഇത് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്ലോസറ്റിലോട്ട് ഇത് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മൊത്തത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകിയെടുക്കാം. പിന്നെ ഇതിൻ്റെ വാഷിങ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് വാഷ് ചെയ്യുന്ന മെഷീൻസ് വരെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങണമെങ്കിൽ അത് വാങ്ങാം. ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ നോർമലി നമ്മുടെ പാത്രത്തിലിട്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രം ഇതിന് വേണ്ടി മാറ്റി വെക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം നമ്മൾ തന്നെ എടുക്കാവോ, വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കല്ല. ലൈക്ക് നമുക്കിപ്പോൾ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കല്, ഓരോരുത്തർക്ക് ഓരോ പാത്രമായിട്ട് എടുക്കണം. അപ്പം അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് എനിക്ക് പറയുന്നത് അറിയത്തില്ല, ഞാനിത് ട്രൈ ചെയ്യുന്നത്. നമുക്ക് പല ഫോൾഡിങ് മെത്തേഡുണ്ട്. ഇതുപോലെ ഈ മെൻസ്ട്രൽ കപ്പ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി ഈ ഒരു രീതിയിൽ കണ്ടോ
ഈ ഒരു രീതിയിൽ നമുക്കിത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അങ്ങോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാം. കയറ്റുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് തനിയെ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആകുന്ന സമയത്ത് ഒരു പോപ്പ് സൗണ്ട് വരും. പോപ്പ് സൗണ്ട് കേട്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ടെന്നാണ്. ഞാൻ അതിനുശേഷം ഈ താഴത്തെ സ്റ്റെം കണ്ടോ, ഈ സ്റ്റെം യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമുക്കി കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ഓക്കെ ആണോ എന്ന് മൊത്തത്തിലൊന്ന് നോക്കാം. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യുമ്പം ഇതുപോലെ ഈ സ്റ്റെം ഇങ്ങനെ കണ്ടിട്ടില്ല, ചിലതിന് സ്റ്റെം കാണത്തില്ല, ചിലതിന് സ്റ്റെം ഉണ്ട്. എനിക്കൊന്നുകൂടെ തോന്നുന്നു സ്റ്റെം ഉള്ളത് വാങ്ങിച്ചാൽ ഒന്നുകൂടെ നല്ലതായിരിക്കുമെന്ന്. എന്നിട്ട് ആ സ്റ്റെമ്മിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നാണ്ട് ഇതുപോലൊന്ന് കാണാമോ, ഇതുപോലെ നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പതിയെ താഴോട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. അല്ലാണ്ട് ഇതിങ്ങനെ വലിച്ച് ഊരിയെടുക്കല് നിങ്ങൾക്ക് ഭയങ്കര വേദന എടുക്കും. ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യില്ല. അപ്പം ഒന്ന് വന്നിട്ട് ഈ ഒരു ഫോൾഡിങ് മെത്തേഡ് ഉണ്ട്. പിന്നെ വന്നിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് വരും. അപ്പോൾ അതിങ്ങനെ കെട്ടിക്കൊടുത്ത് ഓപ്പൺ ആക്കാം. അതല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡും കൂടെ ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ നമുക്ക് കയറ്റിക്കൊടുക്കാം. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കിയതാണ്ട് ഈ ഒരു രീതിയിൽ ഒരു സി ഷേപ്പ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നല്ല, നിങ്ങൾക്ക് ഏതാ കംഫർട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ നോർമൽ ഇന്ത്യൻ ക്ലോസറ്റ് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ ഇരുന്നിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കാലിങ്ങനെ പൊക്കി വെച്ച് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നോർമലി ചെയ്യുന്നത് ഇന്ത്യൻ ക്ലോസറ്റ് ഇരുന്ന് ഇൻസേർട്ട് ചെയ്യുന്ന റൂട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. എനിക്ക് അതാണ് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ വെളിയിലൊക്കെ പോകുന്ന സമയത്ത്, മീൻസ് പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത് മറ്റേ മെത്തേഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. കാരണം അവിടെ മറ്റേ രീതി ഇരിക്കുക ഒന്നും കൂടെ മീൻസ് ഇങ്ങനെ സ്മെല്ലൊക്കെ വരുമല്ലോ, അപ്പം ഓക്കെ അല്ല. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത് ഊരി വരുമോ എന്നോ, നടന്നു പോകുമ്പോൾ ഊരി വരുമോ എന്ന് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ഇത് ഊരിയൊന്നും വരത്തില്ല. പിന്നെ ഇത് കുറേ ഹോൾസ് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന 2 ഹോൾസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട്. ഇപ്പം പിന്നെ ഞാൻ കുറേ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു, അവരൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തൊക്കെ എന്നോട് പറഞ്ഞു അത്യാവശ്യം നല്ലതായിരുന്നു. കാരണം എൻ്റെ സെയിം ഫീലായിരുന്നു അവർക്ക്. പാഡ് യൂസ് ചെയ്ത് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐറ്റത്തെ പറ്റിയിട്ട്. ഇത് ഭയങ്കര ഒരു മാരകമായ കാര്യമാണെന്നോ, അയ്യോ ഇത് ഇറങ്ങി വരത്തില്ലെന്നോ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനെ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. അപ്പോൾ ബൈ ഡിയേഴ്സ്, ടാറ്റാ.